മലയാള സിനിമയുടെ പോസ്റ്ററുകളിൽ ഗായത്രി അശോകന് ശേഷം മൗലികതയുടെ കയ്യൊപ്പ് പതിയുന്നത് കൊളോണിയുടെ പോസ്റ്ററുകളിലാണ്. വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു മനസ്സ് ആ രൂപരേഖകൾക്ക് പിന്നിൽ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. സിനിമയിലേക്ക് ഈ പോസ്റ്റർ ഡിസൈനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ട്? ഞാൻ അഡ്വർടൈസിങ് കമ്പനികളിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ആർട്ടെങ്ങും പഠിച്ചിട്ടില്ല. ജന്മനാൽ വരയ്ക്കുമായിരുന്നു, പാടുമായിരുന്നു. അപ്പോൾ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലൊക്കെ നമുക്ക് പെയിൻറ്റിങ്, ഡ്രോയിങ്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, പാട്ട് എന്നൊക്കെ ഫസ്റ്റ് പ്രൈസ് നമുക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് സിനിമയിലേക്ക് വന്നെന്നിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പഞ്ചാഗ്നി, നക്ഷത്രങ്ങൾ, മീനമാസത്തിലെ സൂര്യൻ, ഒരിടത്ത് പറഞ്ഞാൽ 7 ആർട്സിൻ്റെ കുറേ പടങ്ങളുടെ ഈ മേനോൻ സാറ് ചെയ്തതിൻ്റെ ബാക്കി വർക്കുകൾ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ദേശാടനത്തിൽ സിനിമയുമായിട്ട് ബന്ധമില്ലാതെ ടൈറ്റിലും പോസ്റ്ററും ചെയ്തു. അതുപോലെ വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് പിന്നീട് ചെയ്തിട്ടുണ്ടോ? അതുപോലെ ഈയിടെ ചെയ്തു. ലാലിൻ്റെ ഗോസ്റ്റ് ഹൗസ് എന്നത് ഒരു ഹൊറർ മൂവി. അപ്പോൾ അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ എല്ലാം വളരെ ലോ ലൈറ്റിലുള്ള സംഭവങ്ങളും രാത്രി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ. പടത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള സ്റ്റിൽസ് നല്ലതായിരുന്നു. പക്ഷെ അത് വെച്ച് എത്ര പോസ്റ്റേഴ്സ് ചെയ്തിട്ടും തിയേറ്ററിലേക്കും ഒക്കെ ഫ്ലെക്സൊക്കെ അയച്ചു കഴിഞ്ഞിട്ടൊന്നും ഏൽക്കുന്നില്ല. പക്ഷേ പോസ്റ്റർ കാണാൻ ഭയങ്കര സ്റ്റൈലുണ്ട്. ശരിക്കും ഇംഗ്ലീഷ് മൂവിയുടെ പോസ്റ്റർ പോലെ തോന്നുക. അങ്ങനത്തെ ടോണെല്ലാം യൂസ് ചെയ്തു. ലാലിന് ഭയങ്കര സന്തോഷമായി, എനിക്ക് ഭയങ്കര ത്രില്ലായി. പക്ഷേ ലാസ്റ്റ് മൂമെൻറ്റിൽ ആലോചിച്ചപ്പോൾ ഈ പോസ്റ്റർ കണ്ടിട്ട് നമ്മുടെ മലയാള പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഇരച്ച് കയറണമെന്ന് നിർബന്ധമില്ല. അത് ഭയങ്കര റിസ്ക് ആണെന്ന് തോന്നിയിട്ട് നമ്മൾ ചെയ്തത് ആ പടമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഓരോ സാധനം ഒറ്റ ദിവസം കൊണ്ട് തീരുമാനിച്ചു. മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ്, അശോകൻ 4 പേരെയും വിളിച്ച് വരുത്തിയിട്ട് ഒരൊറ്റ ദിവസത്തെ ഫോട്ടോഷൂട്ടങ്ങ് വെച്ചു. സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു കപ്പിനകത്ത് ഇവർ കയറി നിൽക്കുന്നു, കയ്യും കാലം കാണിക്കുന്നു. ഒരു കാറ് ഹാർഡ് ബോർഡിൽ കട്ട് ചെയ്തിട്ട് അതൊരു ചുവന്നുകൊണ്ട് പോകുന്നു, മനസ്സിലായില്ല. അതിൻ്റെ അകത്ത് കയറി നിന്നിട്ട് പേടിച്ചരണ്ടിങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ആൾക്കാർ ഇടിച്ച് കയറിയത് ആ പടത്തിന്. മണിച്ചിത്രത്താഴിൻ്റെ ടൈറ്റിൽ ചെയ്യണ സമയത്ത് ടൈറ്റിലിനകത്ത് നമുക്കൊരു മണിച്ചിത്രത്താഴ പൂട്ട് തന്നെ വെക്കണമെന്ന് അങ്ങനെ ഒരു സജഷൻ വന്നു. അപ്പോൾ അന്ന് ഈ സംഭവം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട് ഈ കല്ലൂർ സൈഡിൽ ഒരു വളരെ പ്രായമുള്ള തരകൻ നന്ദ പറഞ്ഞിട്ട് വളരെ പ്രായമുള്ളൊരു മനുഷ്യൻ, പുള്ളി ഇതുപോലെ ഈ പഴയ വീടുകളും ഇല്ലങ്ങളൊക്കെ പൊളിക്കുന്നതിൻ്റെ എല്ലാ സാധനങ്ങളും, പള്ളിയിലെ ധൂപക്കുറ്റി, ആട്ടുതൊട്ടിൽ, അങ്ങനെയുള്ള പഴയ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ജോലി അയാൾക്ക്. അപ്പോൾ അയാളുടെ അടുത്ത് ചെന്നപ്പോൾ ഇതുപോലെ മണിച്ചിത്രത്താഴുകളുടെ ഒരു ഏരിയ മുഴുവൻ മണിച്ചിത്രത്താഴുകളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ ബ്രാസിൻ്റെ ഒന്നുമല്ല, തുരുമ്പെടുത്ത ഇരുമ്പിൻ്റെ സാധനങ്ങൾ. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല ഷേപ്പുള്ള ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് പെയിൻറ്റ് ചെയ്തിട്ട് സൂര്യ ജോണിനൊക്കെ ഉണ്ട് ഈവനിങ് ലൈറ്റിൽ, വൺ സൈഡ് ലൈറ്റിൽ നമ്മളത് സ്റ്റില്ലെടുത്തിട്ട് അത് ടൈറ്റിലിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ടൈറ്റിലിൽ ഇങ്ങനെ മണിച്ചിത്രത്താഴ് വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ എല്ലാ പുതിയ വീടുകൾക്കും 1 ലക്ഷം 1.5 ലക്ഷം രൂപ മുടക്കിയിട്ട് ഇതേ പാറ്റേണിൽ ഇപ്പോൾ മണിച്ചിത്രത്താഴ് വയ്ക്കുന്നത് ഒരു ട്രെൻഡായത് ശരിക്കും ഈ ടൈറ്റിൽ വന്നതിന് ശേഷമാണ്. ചലച്ചിത്ര പരസ്യ നിർമ്മാണത്തിനുള്ള ഒരു കോഴ്സ് കൊളോണിയ കൊച്ചിയിൽ ആരംഭിച്ചിട്ടുണ്ട്. 35ഓളം വിദ്യാർത്ഥികൾ ഇവിടെ പ്രതിവർഷം ചേരുന്നു. 6 പടമൊക്കെ ഒരേ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരുപാട് ചെറുപ്പക്കാർ ഇതുപോലെ അസിസ്റ്റൻ്റായിട്ട് നിർത്താവോ അല്ലെങ്കിൽ ട്രെയിനിയായിട്ട് എടുക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് അവരെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പോൾ അവരുടെ അങ്ങ് പെട്ടെന്ന് പറഞ്ഞങ്ങ് ഒഴിവാക്കി വിടാറാണ് പതിവ്. പിന്നെ ആലോചിച്ചപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ റീപ്ലേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വരുന്നവരെ അങ്ങനെ തഴഞ്ഞു വിടണ്ട. അവരിൽ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് ആവശ്യം വന്നാൽ വിളിക്കാമല്ലോ എന്ന് എഴുതിയിട്ട് പിന്നീടാണ് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർ ക്യാബിനിൽ വിളിച്ച് വരുത്തിയിട്ട് എവിടെ എന്താ പഠിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവർ ചെയ്ത കുറച്ച് വർക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു വർക്ക് ചെയ്തൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരു വർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് മൗസിൽ പിടിക്കുമ്പോൾ കൈ പറിക്കുക. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പിള്ളേരൊന്നും വർക്ക് ചെയ്യാൻ പഠിച്ചിട്ടല്ല ഇറങ്ങുന്നത്. അവർ ആ സോഫ്റ്റ്വെയറിൻ്റെ കുറേ തിയറിയൊക്കെ പഠിച്ചിട്ട് അവരങ്ങ് ഇറക്കി വിടുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിക്കൂടാ എന്നൊരു തോട്ട് വന്നു 2006. അപ്പോൾ പരീക്ഷണാർത്ഥം റിസ്ക് ഉണ്ടെന്നറിയാം. പരീക്ഷണാർത്ഥം ഒരു ചെറിയ പരസ്യം കൊടുത്തു. പക്ഷേ ഒറ്റ പരസ്യത്തിൽ നിന്ന് എനിക്ക് 36 പിള്ളേരെ കിട്ടി. ഈ 36 പിള്ളേരും കേരളത്തിൻ്റെ എറണാകുളത്തുള്ളവർ വളരെ കുറവായിരുന്നു. കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് ഇങ്ങേയറ്റത്തുനിന്നുള്ള പിള്ളേർ വന്നത്. കൂടുതലും മലബാർ സൈഡിൽ നിന്ന് വന്നത്. അങ്ങ് ഇരിട്ടിയിൽ നിന്ന് വരെയുള്ള പിള്ളേർ വന്നു, വയനാട്. അപ്പോൾ അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ളൊരു ധൈര്യവും ആവേശമൊക്കെ വന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, വെബ് ഡിസൈനിങ് അങ്ങനെ ഇപ്പോൾ ഡൈവേർട്ട് ചെയ്ത് അങ്ങനെ. കുടുംബത്തെക്കുറിച്ച്? ഭാര്യ നേവൽ ബേസിൽ ജോലി ചെയ്യുന്നുണ്ട്.
2 പെൺമക്കളാണുള്ളത്. മൂത്ത മകള് ന്യൂയോർക്കിലാണ്. അപ്പൂപ്പനായ അപ്പൂപ്പനായി. ഏതായാലും ഈ യാത്ര അഭംഗുരം തുടരട്ടെ, വലിയ വലിയ വിജയങ്ങളുടെ ഭാഗമാകട്ടെ, വലിയ വലിയ വിജയങ്ങളുണ്ടാവട്ടെ, ശിഷ്യന്മാർക്കും വലിയ വലിയ വിജയങ്ങളുണ്ടാവട്ടെ.